ഹലോ, ഒരു എവർ ഗ്രീൻ ആയിട്ടുള്ള കറി നമ്മൾ റെഡിയാക്കാൻ പോവാണ്. വിത്ത് പച്ചമാങ്ങ, ചക്കക്കുരു, ചെമ്മീൻ, മുരിങ്ങയ്ക്ക. ഫേസ് നമ്പർ 1 എന്ന് പറയുന്നത് ചക്കക്കുരു ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ചക്കക്കുരു നമുക്ക് ആദ്യം വേവിച്ച് വെക്കണം. അതുകൊണ്ട് ചക്കക്കുരു നന്നായിട്ട് ചിരണ്ടി കഴുകി വൃത്തിയാക്കി അത്യാവശ്യം വെള്ളത്തിൽ നമ്മളിതാ ഇതുപോലെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ചക്കക്കുരു വെന്ത് വരുന്ന സമയം തീ ഓഫ് ആക്കണ്ട കേട്ടോ, നമുക്ക് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ബിക്കോസ് ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട സാധനമാണ്. ഫേസ് നമ്പർ 2 എന്ന് പറയുന്നത് ഉണക്കച്ചെമ്മീൻ നമുക്ക് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിനെ ചൂടാക്കിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചൂടാക്കിയിട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ തലയും വാലും ഒക്കെ പൊടിച്ച് കളയാം. എന്നിട്ട് നന്നായിട്ട് കഴുകി വെള്ളം തോരാൻ വേണ്ടി ചെമ്മീൻ മാറ്റി വെക്കാം. ഫേസ് നമ്പർ 3 എന്ന് പറയുന്നത് പച്ചമാങ്ങയാണ്. പച്ചമാങ്ങ പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരപ്പൂള് മതിയാവും. അത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആക്കിയിട്ട് ക്യൂബായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് പച്ചമാങ്ങ, കറിവേപ്പില, ചെമ്മീൻ ഇതെല്ലാം കൂടെ നമുക്ക് വെന്ത് വരുന്ന ചക്കക്കുരിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തീ എപ്പോഴും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. നെക്സ്റ്റ് പരിപാടി എന്ന് ഫേസ് നമ്പർ 3 മുരിങ്ങക്കോലാണ്. മുരിങ്ങാക്കോല് നന്നായിട്ട് ചുരണ്ടി എടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഒടിച്ചെടുക്കാം. ഒരു 3-4 മുരിങ്ങാക്കമ്പ് നമുക്ക് എടുക്കാം. മുരിങ്ങാക്കോല് അതും നമുക്ക് വെന്ത് വരുന്ന കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് അത്യാവശ്യം വെള്ളത്തിൽ വേണം നമുക്ക് ചക്കക്കുരു വേവിച്ചെടുക്കാൻ. സോ ഇതെല്ലാം കൂടി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാനുള്ള സാധനം തേങ്ങ, കൊച്ചുള്ളി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, വീണ്ടും കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ജീരകവും വെളുത്തുള്ളിയും കുറച്ച് ഏറെ ചേർത്ത് കൊടുക്കാം. കാരണം ചക്കക്കുരുവാണ്, ചെമ്മീനുണ്ട്, അപ്പോൾ എല്ലാം കൂടെ ഗ്യാസ് ഫോം ആവാൻ സാധ്യതയുണ്ട്. സോ ഗ്യാസിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജീരകവും വെളുത്തുള്ളിയും നമ്മൾ ഏറെ ചേർത്ത് കൊടുക്കുന്നത്. അത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടേസ്റ്റും കൂടെ വരും. സോ നമ്മുടെ അരപ്പ് എന്ത് ചെയ്യണം, ഇതുപോലെ വെന്ത് വരുന്ന കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ചും കൂടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം അത്യാവശ്യം വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് കുറുക്ക് പോലെ ആയിപ്പോൾ. സോ നല്ല വെള്ളത്തിൽ കുറച്ച് അരപ്പിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. അരപ്പിലേക്ക് വെള്ളം ചേർത്ത് ഇതുപോലെ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് താളിച്ചെടുക്കണം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പരിപാടി തന്നെ. ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനമാണല്ലോ. എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് പച്ചമുളകും കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് മൂപ്പിച്ച് ഇതുപോലെ ലാസ്റ്റ് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക. സിമ്പിളാണ്, ടേസ്റ്റിയാണ്, എവർ ഗ്രീനാണ്. മുന്നേ പറഞ്ഞ പോലെ ട്രൈ ചെയ്ത് നോക്കണേ.